സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 133. യഥാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയം മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനം കൽപ്പിച്ചിരിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പരിശുദ്ധ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടെ നിന്റെ ആലയത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതി. കഴിഞ്ഞുപോയ നാളുകളിൽ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞും അവിടുത്തെ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങൾ ആഗ്രഹിച്ചൊക്കെ നേടുവാനായി സഹായിച്ചു. ഞങ്ങളുടെ വേദനകളിലും രോഗാവസ്ഥയിലും ഞങ്ങളുടെ കഷ്ടതകളിലും താങ്ങും തണലുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെയും ഞങ്ങൾ ചെയ്ത ഞങ്ങളുടേതായ അധ്വാന മേഖലകളിലൊക്കെയും ദൈവികമായ മഹത്വത്തിൻ്റെ അനുഭവത്തെ കൂടെ അങ്ങ് നൽകിയതിനായി സ്തുതി. കർത്താവേ, നന്ദിയോടുകൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരകളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പാപികളത്രേ, ഞങ്ങൾ ബലഹീനരത്രേ. പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ വിശുദ്ധ സാക്രമെന്റിൽ കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാപമോചനത്തിൻ്റെ അനുഭവത്തെ കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദേവാലയത്തിനകത്തളങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഓരോ വ്യക്തി ജീവിതങ്ങളിൽ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന് മാറ്റമില്ലാത്ത ആ ഒരു ഇടപെടൽ സ്വന്തമാക്കുവാൻ കർത്താവ് കരുണയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ മേശയെങ്കിലേക്ക് പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ ഞങ്ങളെ സ്വീകരിക്കുന്നവനായി ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുചൊല്ലുമ്പോൾ ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്ന കർത്താവായി കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ മുൻപിലെ പാപാവസ്ഥകളെ ഒക്കെ അവിടെ നിൽക്കണമേ. തിരുമേശയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തടസ്സമായി നിൽക്കപ്പെടുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവകൃപയാൽ പൂർണ്ണമായി നീക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആൾത്താരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. ഞങ്ങളുടെ ആരാധനയുടെ അധ്യവസനം കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി കീർത്തന പുസ്തകത്തെ 17-ാമത്തെ കീർത്തനം ആലപിക്കാം. ും
സ്വന്തം ഇഷ്ടം പോലെ അവൻ നിന്നെ പാലിക്കുന്നു. സ്തോത്രം ചെയ്തിടുക, ശ്രേഷ്ഠമായി നിന്നെ സൃഷ്ടിച്ചു. വാത്സല്യമായി നിന്നെ നയിച്ചു, സുഖവും തന്ന കർത്താവിനെ എത്രയോ ക്ലേശങ്ങളിൽ ദൈവം നിന്നെ ചിറകിട്ടു. സ്തോത്രം ചെയ്തിടുക, ദൃശ്യമായി അനുഗ്രഹിച്ചു. സ്നേഹത്തെ സ്വർഗത്തിൽ നിന്നു നിന്മേൽ വർഷിച്ചു. നീ ധ്യാനിക്കുക, നിങ്ങൾ സ്നേഹത്തിൽ വന്ന സർവശക്തനുള്ള പ്രാപ്തി. സ്തോത്രം ചെയ്തിടുക, ഉള്ളമേ കർത്താവിൻ നാമം. ശ്വാസമുള്ളേതുമേ അബ്രാഹ്മിനോട് വാഴ്ത്തുക. എന്നുള്ളമേ ഇതു മറക്കരുതേ, കർത്താവു നിൻ ദൈവം ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, പരമാർത്ഥ ഹൃദയത്തോടെടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്നു അപേക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ആകാശത്തെ ഭൂമിയുണ്ടാക്കിയത് അവനല്ലോ. ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഒരു നിമിഷം ദൈവത്തിന് നമ്മുടെ മുട്ടുകൾ മടക്കാം. നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവ് നൽകുന്ന പാപത്തിൻ്റെ മോചനത്തിനായി കർത്താവിനോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാപമോചനത്തിൻ്റെ അനുഭവത്തെ സ്വന്തമാക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ കർത്താവ് വാഗ്ദത്തം ചെയ്തതിനെ സ്വന്തമാക്കുവാനായി പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്നത് പോലെ പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ കൂടെ ജീവിക്കുന്ന നമുക്കും കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പാപമോചനം സ്വന്തമാക്കുവാനായിട്ട് ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പാപാവസ്ഥകളെ ഒക്കെയും നമുക്ക് സമർപ്പിക്കാം. ഈ കഴിഞ്ഞു പോയ നാളുകളിൽ
നമ്മൾ വന്നുപോയ എല്ലാ പാപത്തിൻ്റെ അനുഭവങ്ങൾ, പാപമാകുന്ന താഴ്വാരങ്ങളിലെ കൂടെ ജീവിച്ച അനുഭവങ്ങൾ, മനസ്സിനും ശരീരത്തിനും മുറിപ്പെടുത്തിയ പാപത്തിൻ്റെ അനുഭവങ്ങൾ, ആത്മാവിനെ വേദനിപ്പിക്കുന്ന പാപത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏറ്റുചൊല്ലാം. യോഗ്യമായി കർത്താവിൻ്റെ തിരുമേശയിലേക്ക് വരുവാനായി ദൈവമേ എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തടസ്സങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ മുൻപിലുണ്ട്. എല്ലാ തടസ്സങ്ങളും നീക്കുവാനായി മനസ്സിലുള്ള ആ ദൈവ സന്നിധിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അരിഷ്ടപാപിയായ ഞാൻ നിന്റെ മേൽ താഴ്ത്തി നിന്റെ കൃപയും ക്ഷമയും യാചിക്കുവാനായി അടുത്തു വരുന്നു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബഹുവിധമായ പാപങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ദുഃഖത്തോടെ ഏറ്റുപറയുന്നു. ദയുള്ള കർത്താവേ, എന്റെ ന്യായമായി തലകളയുടെ നരകത്തിലിടരുതേ. ദൈവമേ, എന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കഷ്ടമരണ നിമിത്തം ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ വീണ്ടും പാപത്തിനായി പരീക്ഷിക്കപ്പെട്ടാൽ എന്നെ അതിനെ വിടാതെ അതിനെ വെറുക്കുന്നതിനും നിന്റെ പ്രിയ പൈതലായി നടക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ബുദ്ധിയും ശക്തിയും തരണമേ. ഒടുവിൽ ഞാൻ മരിക്കുമ്പോൾ നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ വന്നു ചേരുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങൾ മനഃപൂർവ്വമായി അനുതപിക്കുന്നു എന്നും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ പാപമുള്ള നടപ്പിനെ ഇന്നു മുതൽ നന്നാക്കും എന്നും ഉള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സത്യമായ ഏറ്റുപറച്ചു തന്നെയെങ്കിൽ അതെ എന്ന് പറയണം. വിളിക്കുകയും നിയമിക്കുകയും ചെയ്യപ്പെട്ട ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഏറ്റുപറച്ചമേ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. അതായത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമായും യേശുക്രിസ്തുവിന് പകരമായും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. സ്വർഗാരോഹണത്തിന് പിൻപുള്ള ഒന്നാം ഞായറാഴ്ചകൾ ആരംഭമാക്കി. ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ എൻ്റെ മുഖം അന്വേഷിക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. യഹോവ എൻ്റെ വെളിച്ചമോ എൻ്റെ രക്ഷയോ ആകുന്നു. പരിശുദ്ധ
സകല മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ നിന്റെ ആത്മാവിലുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേപ്പോൾ ഭക്തിയുള്ളവരായിരിക്കുവാനോ അവിടുത്തെ മഹത്വത്തെ ശുദ്ധഹൃദയത്തോടെ സേവിക്കുവാനോ ഞങ്ങളെ സഹായിക്കണമെന്നു അങ്ങയോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി കലവസനവും കൂടാതെ ജീവിച്ചു വാഴുന്ന അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം പിടിപണ സ്തോത്രം സമർപ്പിക്കാനുള്ള ഗാനം ആലപിക്കും. പിടിപണ സ്തോത്രം സമർപ്പിക്കാം. ഈശോ രക്ഷാ
അനുഗ്രഹങ്ങളുടെയും സകല സൗഭാഗ്യത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവേ, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് തിരിച്ചറിയുവാൻ ജീവിതത്തിൽ ഒരു നന്മ കൂടെ ഞങ്ങൾക്ക് നൽകിയവനെ, ശാരീരികമായ രോഗാവസ്ഥ നിമിത്തം കഴിഞ്ഞുപോയ നാളുകളിൽ ആശുപത്രിയിലായിരുന്ന പ്രിയ കുഞ്ഞുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ തക്കവിധം അവിടുത്തെ കുടുംബത്തെ ദൈവം സഹായിച്ചു. കുഞ്ഞിന് വേണ്ടിയുള്ള കർത്താവിനോടുള്ള പ്രാർത്ഥന അവിടുന്ന് കേട്ടു, കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ആരോഗ്യവും ദൈവിക ഇടപെടലും കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുക. സ്തുതി കർത്താവേ, ഈ ആലയത്തിന് അനുഗ്രഹം കൊണ്ട് കുഞ്ഞിനെ നിറയ്ക്കണമേ. ഈ അൾത്താരയുടെ അനുഗ്രഹത്താൽ കുഞ്ഞിൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ സഹായിക്കണം. കുഞ്ഞിനായി സമർപ്പിച്ചിരിക്കുന്ന സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിച്ചു. അവരുടെ മനസ്സിനെയും അവിടുന്ന് സ്വീകരിക്കണം, ഹൃദയത്തെ സ്വീകരിക്കണം. എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ ദൈവസനിൽ കാത്തിരിപ്പാൻ ഇടവരുത്തണമേ. എല്ലാ ബലഹീന അവസ്ഥകളും ഇവിടെ നീക്കണം, ബാലാഷ്ട്രം ഇവിടുന്ന് വിടുവിക്കണം. അവിടുത്തെ രക്തത്താൽ ഈ കുഞ്ഞിൻ്റെ ശരീരത്തെ അങ്ങ് പൂർണ്ണമായി കഴുകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരണത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അനുഭവത്തിൽ നിറയപ്പെടുവാനും ജീവിക്കുവാനും വളരുവാനും സഹായിക്കാം. സകലതും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണ സുഖ പിതാവേ, ആമേൻ. പിതാ പുത്ര പരിശുദ്ധാത്മാവം ത്രിദൈവം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം പുതിയ കീർത്തന പുസ്തകം 272 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 549 കീർത്തനം ആലപിക്കാം. ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമമ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ മണവാളൻ വന്നിടുമ്പോൾ നിൻ വസ്ത്രം വെണ്മയേറിയതായി കാണുമോ മോക്ഷലോകേ വാസം ചെയ്യുവാൻ നിന്നാത്മം യോഗ്യമായ നാളിൽ തീരുമോ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഹിമമ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പാപം വേഷം ഏറ്റ വസ്ത്രം നീ മാറ്റി കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ദോഷികൾക്കായൊരും ജീവ
തീരത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ ഭീമമ്പോ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഇന്നേ ദിവസം വായിച്ചുകൾക്കുള്ള വിശുദ്ധ തിരുവചന വേദഭാഗം വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വായിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലീവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, ആൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷീമോൻ, യാക്കോബിൻ്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തലകീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്നു പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ എന്ന യോസേഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ആമേൻ. ലേഖന വേദഭാഗം വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വായിക്കുവാനായി ലഭിച്ചിരിക്കുന്ന ലേഖന വേദഭാഗം വെളിപ്പാട് 22-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു. മാസം തോറും അതതു ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിൽ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാൻ എന്ന് ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു.
അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്കു തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്നു പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനും വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. ഇവിടെ ലേഖനവേദം വായിച്ചു നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ പാടാം. സുവിശേഷ വേദഭാവം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 17-ാമത്തെ അധ്യായം 20 മുതൽ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്തിൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ സഹായിച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയും ഇരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദഭാഗം വായിച്ചെന്ന നമ്മുടെ വിശ്വാസം നീക്കിയ വിശ്വാസ പ്രമാണം വെച്ച് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൃശ്യമായവയും അദൃശ്യവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏക കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്ക് മുൻപ് തന്റെ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള സാക്ഷാൽ ദൈവവും, ജനിച്ചവൻ തന്നെ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവനും സകലത്തെയും ഉണ്ടാക്കിയവനുമാകുന്നു. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് മനുഷ്യനായി അവതരിച്ചു.
പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം തിരുവെഴുത്തിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും മഹത്വത്തോടെ ന്യായീകരിപ്പാൻ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകൻ മുഖാന്തരം ചെയ്തതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക വിശുദ്ധ ക്രിസ്തീയ അപ്പോസ്തലിക സഭയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക തിരുസ്ഥാനമുണ്ടെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിനും ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. തുടർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പുതിയ കീർത്തന പുസ്തകം 423, പഴയ കീർത്തന പുസ്തകം 602. സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈശോ എനിക്കു ചെയ്ത സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ ായി
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്ക് ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസെഫ്, മത്യാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞു പോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിനെ വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. പ്രാർത്ഥിക്കാം. കരുണയുള്ള യേശുവേ, അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ തക്കവിധം പ്രാർത്ഥനയോടുകൂടെ അപ്പോസ്തലന്മാർ കാത്തിരിപ്പാനുള്ള ദൈവകൃപ നൽകിയ നാഥ, അവിടുത്തെ ശുശ്രൂഷയിൽ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ നിയോഗങ്ങളെ തിരിച്ചറിയുവാനുള്ള പ്രാർത്ഥനയുടെ അനുഗ്രഹം ലഭ്യമാക്കണമേ. എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുവാനുള്ള ആലോചന അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകുമ്പോഴും ആ വചനം ഹൃദ്യമായി സ്വീകരിപ്പാൻ ഇടവരുത്തണമേ. ഈ ജനതയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങളിൽ തിരകത പ്രകാരം ജീവിപ്പാൻ സഹായിക്കണം. ക്രിസ്തുവിനാൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും, സ്വർഗാരോഹണത്തിന് ശേഷം വരുന്ന 1-ാമത്തെ ഞായർ, ഈസ്റ്ററിന് ശേഷം വരുന്ന 6-ാമത്തെ ഞായർ, അടുത്ത ഒരു പെന്തക്കോസ്തിൻ്റെ ദിനത്തിലേക്ക്, ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളിലേക്കും പ്രവേശിപ്പാനുള്ള ഒരുക്കം. സ്വർഗാരോഹണം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വ്യക്തത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം 3.5 വർഷക്കാലം ശാരീരികമായി കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിൽ കൂടെയുള്ള വേർപാട് ഉയർത്തെഴുന്നേറ്റിട്ട് പോലും അംഗീകരിക്കുവാനായിട്ട് കഴിയാതെ ശിഷ്യജനം നിരാശപ്പെട്ടിരിക്കുന്ന വേളയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർപ്പിന് ശേഷം വീണ്ടും 40 ദിവസം അവരോടൊപ്പം ജീവിക്കുകയും ഈ 40 ദിവസം ചെയ്യുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, ഒരു അവലോകനം ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. പഴയതുപോലെ എങ്ങനെയാണോ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ യേശു കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം ആ ശിഷ്യന്മാരെ ഏറ്റവും അധികം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആ ഒരു ഉന്നതിയിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്തു. തുടർന്ന് യേശു ഗലീലയിൽ കടന്നു പോകുന്നുണ്ട്. ഗലീലയിൽ വെച്ചിട്ട് അവനിങ്ങനെ സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് പോകുന്ന വേളയിൽ പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെട്ട് ചെല്ലുവൻ, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവൻ, സകലരെയും സ്നാനം കഴിപ്പിക്കും. അങ്ങനെയുള്ളൊരു വലിയ ദൗത്യം കൊടുത്തു കർത്താവ് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് അത് സ്വർഗാരോഹണിച്ചത് മാഞ്ഞു പോവുകയാണ്. അപ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. യേശു ദൈവത്തിൻ്റെ ഈ മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് ഒരു കഥ ഇങ്ങനെയുണ്ട്. ദൈവം എല്ലാ ജീവചരാചരങ്ങളെയും സൃഷ്ടിച്ചു, മൃഗത്തെ സൃഷ്ടിച്ചു, മനുഷ്യരെ സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യർ നല്ലതെന്ന് കണ്ട് മൃഗങ്ങളെ എല്ലാം കണ്ടിട്ട് നല്ലതെന്ന് കണ്ടു, അതിനെ അനുഗ്രഹിച്ചു, മനുഷ്യനെയും അനുഗ്രഹിച്ചു. മൃഗങ്ങളൊക്കെ മനുഷ്യനൊക്കെ ദൈവം ഒരിടത്ത് വിളിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. ഒരിടത്ത് വിളിച്ച് കൂട്ടിച്ചേർത്തിട്ട് ഈ മൃഗങ്ങളോട് കൂടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ പറയുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരാം. അപ്പം മൃഗങ്ങളുടേതായ കുറവുകളും മൃഗങ്ങളുടേതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ അവിടെ പങ്കുവയ്ക്കുവാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണോ ചോദിച്ചത് അതെല്ലാം ദൈവം മൃഗങ്ങൾക്ക് കൊടുത്തു എന്നാണ്. മൃഗങ്ങൾ മടങ്ങിപ്പോയി. മനുഷ്യർ ചില പരാതിയും പരിഭവവുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു.
അവർ പരാതിപ്പെടുവാനായിട്ട് തുടങ്ങി. കർത്താവേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, മൃഗങ്ങൾ ചോദിച്ചതൊക്കെ കൊടുത്തു, ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, അതും ഞങ്ങൾക്ക് നീ ചെയ്ത് തരണമേ എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. മൃഗങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഞങ്ങളും നിന്നോട് കൂടെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നിറവേറ്റി തരണം. ദൈവം മനുഷ്യരോടുകൂടെ മനുഷ്യരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ സന്തോഷമുള്ളവരും സംതൃപ്തി ഉള്ളവരുമായി കഴിയണം എന്ന യാതൊരു നിർബന്ധവും എനിക്കില്ല. ഭൂമിയിലെ സൗഭാഗ്യത്തോടുകൂടെ ചേർന്നിരിക്കണമെന്നുള്ള ഒരു നിർബന്ധവും എനിക്കില്ല. കാരണം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട്, ഉയരങ്ങളിലേക്ക് കൺകൾ ഉയർത്തി യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. അതുമുതലാണ് മൃഗങ്ങൾ താഴേക്ക് ഈ ഭൂമിയിലേക്ക് നോക്കി നടക്കുന്നു എന്നും അന്നു മുതലാണ് ഈ മനുഷ്യർ സ്വർഗത്തേക്ക് നോക്കി നടക്കുന്നത് എന്നുമുള്ള ഒരു കഥ ഇങ്ങനെ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്വർഗാരോഹണം ചെയ്ത ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് സ്വർഗത്തേക്ക് നോക്കി നടക്കുവാനായിട്ട് അത്രയാണ്. സ്വർഗത്തേക്ക് നോക്കി നടക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് തീരുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നാം എല്ലാവരും ഈ ഭൂമിയിൽ നോക്കി ജീവിക്കുന്നവരാണ്. എന്ന് പറയുമ്പോഴും ഭൂമിയുടെ സൗഭാഗ്യം, ഭൂമിയുടെ സന്തോഷം, ഭൂമിയുടെ സംതൃപ്തി, ഭൂമി നൽകുന്നതൊക്കെ ഈ ഭൂലോകത്തിൽ നേടുവാനായിട്ട് കഴിയുന്നതൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെയുള്ള ഒരോട്ടത്തിലാണ് നാം എല്ലാവരും. സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ടും ഉയരങ്ങളിലേക്ക് നോക്കുവാനായിട്ടും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുകൂടെ നാം തിരിച്ചറിയണം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ ഈ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിന്ന കുറേ പുരുഷാരമുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരും സ്ത്രീ സമൂഹം. അവിടെ ഈ ദൂതന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത പോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുവാനായിട്ടല്ല കർത്താവ് നമ്മെ നിയോഗിക്കുന്നത്, സ്വർഗത്തിൽ നോക്കി യാത്ര ചെയ്യുവാനായിട്ടാണ്. ഒരിടത്ത് നിൽക്കുവാനായിട്ട്, ഒരിടത്ത് ഇരിക്കുവാനായിട്ടല്ല, ഇങ്ങനെ യാത്ര ചെയ്യുവാനായിട്ട് അത്രയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിന്റെ ദാനമായി തീരുവാൻ വേണ്ടി, സ്വർഗത്തിന്റെ സൗഭാഗ്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു യാത്ര നമുക്കുണ്ടാകണം എന്ന് ഇന്നത്തെ ധ്യാനം അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം വരുന്ന ആഴ്ച നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ ധ്യാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒട്ടനേകം കാര്യാദികളുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരായ 11 പേരും കുറേ സ്ത്രീകളും ഒരു മാളിക മുറിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഇടയിൽ പ്രസംഗമുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്. ഇതൊക്കെ ഒരു മാളിക മുറിയിൽ വെച്ചിട്ട് ഇവരിങ്ങനെ ആചരിക്കുക. ഈ ആചരിക്കുന്ന വേളയിൽ പത്രോസ് ഒരു പ്രസംഗം നടത്തുകയാണ്. യൂദായെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ്. യൂദാ എന്ന് പറയപ്പെടുന്നവൻ കർത്താവിനെ ഒറ്റുകൊടുത്തു. അവന്റെ കുറ്റം കൊണ്ട് അവൻ മരണപ്പെട്ടു. അവന്റെ ശരീരം വീഴുന്ന ഇടം രക്തനിലമായിട്ട് മാറപ്പെടുന്നുണ്ട്. അങ്ങനെ അത് ശാപഗ്രസ്തമാകുന്ന ഒരു അനുഭവമായി തീരുന്നുണ്ട്. എന്നാൽ 12 പേരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. ആ 12 പേരിൽ നഷ്ടപ്പെട്ടു പോയ ഇടത്തേക്ക് ഒരുത്തരെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരുത്തരെ കൊണ്ടുവരുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം എന്നും കൂടെ ഇവിടെ പ്രസംഗത്തിൽ പത്രോസ് പറയുകയാണ്. തുടർന്ന് കാണുവാൻ കഴിയുന്നത് 2 പേരുടെ പേര് അവിടെ ഉയർന്നു വരുന്ന, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വരുന്നത് പോലെ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ 1, 2, 3 പേരുടെ പേരുകൾ വരാറുണ്ട്. ഇവിടെ 2 പേരുടെ പേര് വരികയാണ്. ബർശബ എന്ന് പറയപ്പെടുന്ന മനുഷ്യനും മദ്യാസ് എന്ന് പറയപ്പെടുന്ന 2 പേരുടെ പേര് മുന്നിൽ വരുമ്പോൾ ആകുലത, ഏത് തിരഞ്ഞെടുക്കണമെന്ന് ആകുലത. നല്ലത് തിരഞ്ഞെടുക്കുവാനായിട്ട് വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് 2 പേരുടെ പേരിലും ചീട്ടിടുന്നുണ്ട്. ചീട്ട് മദ്യാസിന്റെ പേരിൽ വീഴുന്നുണ്ട്. മദ്യാസിനെ അപ്പോസ്തലന്മാർ ഒരുവനായിട്ട്, നഷ്ടപ്പെട്ടു പോയ 12 പേരിൽ ഒരുവനായിട്ട് യൂദയ്ക്ക് പകരം തിരഞ്ഞെടുത്ത്
അപ്പോസ്തലനായിട്ട് നിയോഗിക്കുന്നതാണ് ഇന്നത്തെ ധ്യാന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഈ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്നതും പ്രാർത്ഥനയുടെ അനന്തരഫലമായി ആഗ്രഹിച്ചതിലധികമായി നന്മകളെ നേടിയെടുത്ത അപ്പോസ്തലന്മാരുടെ ജീവിതത്തെയും നമുക്ക് ഇന്നത്തെ ഭാഗത്തിൽ കാണുവാൻ കഴിയും. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിക്കായി നാം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ പെസഹ രാത്രിയിലൊരു വാഗ്ദത്തം ദൈവം നൽകി. ഞാൻ പോകുന്നുണ്ട്, ഞാൻ അപ്പവും ശരീരം എടുത്ത് വാഴ്ത്തി സ്തുതിച്ച് നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ഇത് വാങ്ങി ഭക്ഷിപ്പൻ നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി. അപ്പോൾ ഈ പാപമോചനമായ കർത്താവ് എനിക്കുന്നതിനൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഈ പാപമോചനം എനിക്കും നിനക്കും വാഗ്ദത്തം ചെയ്യുമ്പോൾ ഈ വാഗ്ദത്തം എന്നിൽ നിറവേറുവാനായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് ഇവിടെ പൗലോസ് ഈ വേദഭാഗത്ത് പത്രോസിന്റെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥന, പ്രസംഗമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. വാഗ്ദത്ത നിവർത്തി എന്നെ സാധ്യമാക്കി തീരുവാൻ തക്കവിധം നാം ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ഒന്ന് കാത്തിരിക്കുവാൻ കഴിയണം, പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഒന്നാമത്തെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ കാത്തിരിപ്പ് വെറുതെ ആകരുത്, വെറുതെയുള്ള ഒരു കാത്തിരിപ്പാകരുത്. ഈ കാത്തിരിപ്പ് പ്രാർത്ഥനയോടുകൂടി ആകണമെന്നാണ്. ദൈവമായുള്ളൊരു ബന്ധത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന അനിവാര്യമാണ്. ഈ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രാർത്ഥന ദൈവം എന്നിൽ ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം. 2, ധ്യാനപടിമ 2-ാമത്തെ ഭാഗം, ദൈവിക ശുശ്രൂഷയ്ക്കായി എപ്പോഴും സജ്ജമായി ഒരുങ്ങിയിരിക്കാനായിട്ട് കഴിയണം. ദൈവിക ശുശ്രൂഷയ്ക്ക് സജ്ജമായി ഒരുങ്ങിയിരിക്കണം. 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. എപ്പോഴാണ് ഇത്? ഈ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് പറയുന്ന വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു പോകണം, നാനാ ഭാഗങ്ങളിൽ കടന്നു പോകണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നീ പ്രാർത്ഥനയോടുകൂടെ ആ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വരും. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ച് സകല ജാതികളെൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവൻ. ഈ സ്നാനം എന്ന് പറയുന്നത് വിശുദ്ധ സാക്രമെൻ്റ് അനുഭവമാണ്, സ്നാനത്തിൻ്റെ അനുഭവമാണ്. ഈ സാക്രമെൻ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിൻ്റെ അനുഭവമാണ്. ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനായിട്ട്, ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടുകൊണ്ട് കർത്താവ് നൽകിയ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങിയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 3-ാമതായി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം നമ്മെ നിറവേറുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം. ദൈവഹിതം നിറവേറപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഇവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയില്ല. എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്, എൻ്റെ ആഗ്രഹം നിറവേറട്ടെ എന്നാണ്, എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് സാധിക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ ഇവിടെ പത്രോസിൻ്റെയും കൂട്ടാളികളുടെയും ശിഷ്യന്മാരുടെ അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം നിറവേറുവാനായിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നുണ്ടാക്കിയെടുക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്ത നിറവെ പൂർത്തീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവികമായ ശുശ്രൂഷയിൽ സജ്ജമായി ഒരുങ്ങുന്നതിന് വേണ്ടി, സജ്ജമായി തീരുവാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
ഒന്നാമതായിട്ട് ദൈവഹിതം എന്ന് നിറവേറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗമാകുമ്പോഴും ആ ഹിതം നിറവേറിക്കൊണ്ട് ആ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും ദിവസമാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിലവിലെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ധർമ്മശാവാക്യം പാടി പ്രാർത്ഥിക്കാം. സന്തോഷം എനിക്കു തിരികെ താരേണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവീന എന്നെ താരേണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നിത്യപിതാവേ, അവിടുത്തെ ശുശ്രൂഷയിൽ ഭാഗമാകുവാനുള്ള പ്രാർത്ഥനയുടെ അനുഗ്രഹം ഞങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾക്ക് വിശുദ്ധ വചനത്തിൽ കൂടെ അങ്ങ് നൽകിയതിനായ സ്തുതി. പ്രാർത്ഥനയോടുകൂടെ ഒരുമനപ്പെട്ട് മാളികാമുറിയിലായിരുന്നു പ്രാർത്ഥിച്ച അവിടുത്തെ ജനതയുടെ ഇടയ്ക്കിലേക്ക് കടന്നു വരികയും ദൈവ ഇഷ്ടം അവൾ പൂർത്തീകരിക്കുകയും ചെയ്തു അല്ലോ. അത്തരത്തിൽ ദൈവഹിതം പൂർത്തീകരിക്കാനുള്ള പ്രാർത്ഥനയുടെ അനുഭവം നമ്മിലും നിറവേറുവാൻ തക്കവിധം ദൈവമേ അങ്ങ് സഹായിക്കണമേ. ദൈവഹിതം തിരിച്ചറിയുവാൻ പ്രാർത്ഥിക്കണം എന്നും ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തി പൂർത്തീകരിക്കുവാനായി പ്രാർത്ഥിക്കണം എന്നും ദൈവിക ശുശ്രൂഷയിൽ സജ്ജമായി തീരുവാനായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകണമെന്നും അവ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി അത്തരത്തിൽ അവിടുത്തെ ശുശ്രൂഷയിൽ സജീവമാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, സ്വർഗത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരായി, സ്വർഗത്തേക്ക് നോക്കി ജീവിതത്തെ പ്രാർത്ഥനയിൽ നിന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സഭയും ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവ് കൃപയാൽ അനുഗ്രഹിക്കണം. വചനത്തിൻ്റെ നിറവിൽ പ്രാർത്ഥനയോടുകൂടി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണം. കൃപയിൽ സൂക്ഷിക്കണം. പാപബന്ധനങ്ങൾ വിടുവിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗപിതാവേ. ആമേൻ. ഈ സമയം വിദ്യാരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അൾത്താരയിലേക്ക് കടന്നു വരേണ്ടതാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങുന്ന ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, അവിടെ പഠനങ്ങൾക്ക് വേണ്ടി, അവിടെ ഭാവി ജീവിത പഠനാനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തലക വണങ്ങാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കരുണയുള്ള കർത്താവേ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നവനെ, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള ദൈവിക ഉപദേശം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നവനെ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിപ്പാനായി പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സന്നിധിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഈ കുഞ്ഞുമക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. പഠനങ്ങളുടെ ഓരോ മേഖലകളിൽ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ.
വചനം പഠിച്ച് വളരുവാനും അതോടൊപ്പം ഭൗതികമായ ജ്ഞാനം പ്രാർത്ഥനയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വളരുവാനും സഹായിക്കണമേ. അധ്യയന വർഷത്തിൻ്റെ ആദ്യാവസാനം ദൈവകൃപ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി തീരുമ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ എന്നും വചനം ഒരു അനുഗ്രഹമായി തീരുവാൻ, പ്രകാശമായി തീരുവാൻ, വെളിച്ചമായി തീരുവാൻ ഇടവരുത്തണമേ. നിരവചനത്തെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് പഠനകാര്യാദികളെ ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. കർത്താവേ, പഠനത്തോടൊപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാനും ഗുരുശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും ഈ കുഞ്ഞുമക്കളെ സഹായിക്കണം. അപ്പനമ്മമാരുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാനും ദൈവാലയത്തിൻ്റെ വചന ഉപദേശങ്ങൾ ഉൾക്കൊള്ളുവാനും വചന പഠനത്തിൻ്റെ ആഴങ്ങളെ ഉൾക്കൊള്ളുവാനും ഈ കുഞ്ഞുമക്കളുടെ മേൽ നിന്റെ കൃപ ചൊരിയണം. പരിശുദ്ധ അനുഗ്രഹം അങ്ങ് ദാനമായി നൽകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള യേശുവേ, ഇവർ ദൈവസന്നിധിയിൽ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യാദികളിലും അങ്ങ് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ പഠനങ്ങൾ പൂർത്തീകരിച്ച് ഇവർ ആഗ്രഹിക്കുന്നത് പോലുള്ള നല്ല ഭാവി കാലങ്ങൾ വരുമാന മാർഗത്തിൻ്റെ സാധ്യതകളെ കണ്ടെത്തുവാനായിട്ട് ഇടവരുത്തണമേ. അവിടുത്തെ മുൻപിൽ വന്ന് അപേക്ഷിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ അവരെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ടുള്ള ദൈവകൃപയും ചൊരിയണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ മുതൽ ആരംഭിക്കുന്ന ഈ മക്കളുടെ വിദ്യാഭ്യാസം അത് വിവേകമുള്ള ജ്ഞാനമുള്ള വിദ്യാഭ്യാസമാക്കി കർത്താവ് നീക്കിക്കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. പരിജ്ഞാനമായി അങ്ങ് കൂടെ ഇരിക്കണം. നല്ല ആലോചന അവിടെ നൽകണമേ, നല്ല ബുദ്ധി നൽകണമേ, തിരിച്ചറിവ് നൽകണം. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മഭാവങ്ങളെ വെടിഞ്ഞ് നന്മയുടെ അവകാശമായി തീരുവാനായി നന്മയുടെ ദർശനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കൃപയേകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ പഠനങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ, മക്കളുടെ പഠനത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒരുക്കി കൊടുക്കുവാൻ, മക്കളുടെ ഭാവി കണ്ട് ആനന്ദിക്കുവാൻ, അവിടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുവാൻ ഓരോ കുടുംബാംഗങ്ങളെയും ദൈവം സഹായിക്കണം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സഭയിലെയും ഓരോ ജനതയുടെയും പ്രാർത്ഥന സ്വർഗം കേൾക്കുമാറാകണമേ. കർത്താവേ, അധ്യയന വർഷത്തെ നല്ല കാലാവസ്ഥ അവിടുന്ന് ലഭ്യമാക്കണമേ. മഴക്കെടുതികളാൽ ഇവിടെ ജീവിതങ്ങളും പഠനങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് കാവലായി കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം, സൗഭാഗ്യത്തിൽ വഴി നടത്തണം, അനുഗ്രഹത്തോട് നയിക്കണം. ക്രിസ്തുവിനാൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടും നിങ്ങളുടെ പഠനത്തോടും എന്നും എന്നും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം ഗായിക സംഘ സ്തോത്ര കാഴ്ച ഗാനമാലപിക്കും. സ്തോത്ര കാഴ്ച സമർപ്പിക്കാം.
പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ ദൈവമേ, നിന്റെ സന്നിധിയിൽ വഴിപാടുകളുമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ നന്ദിയോടുകൂടി അർപ്പിക്കുവാൻ കൃപയുടെ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയവനെ, അടിയങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാട് അവിടുന്ന് സ്വീകരിക്കണമേ. അവിടുത്തെ അനുഗ്രഹങ്ങളുമായി പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവകൃപ എപ്പോഴും ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥനയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ബിനോയ്, ഈ ദൈവ സമർപ്പണത്തെ സമർപ്പിച്ച വ്യക്തികളെ കർത്താവിൻ്റെ വിവിന്ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതൊരു ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞു. പ്രാർത്ഥന കേട്ട ദൈവം ആശീർവാദമായി ആരോഗ്യമുള്ള ജീവിതാനുഭവത്തെ ലഭ്യമാക്കി. കൂടെ ഇരിക്കണം, അനുഗ്രഹത്തോടുകൂടെ അയക്കണം. സുരേന്ദ്രൻ, രാജം, അഭിലാഷ്, ശരണ്യ, ആയുഷ് എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നദ്ധയുടെ അനുഗ്രഹം പ്രിയ കുടുംബത്തിന് അവിടെ ലഭ്യമാക്കിയല്ലോ. ഇനിയും ദൈവിക അനുഗ്രഹത്തോടുകൂടി തന്നെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുവാൻ ഇടവരുത്തണം. വിവിൻ, നീതു, ഹന്ന, ആബേൽ, നിഖിൽ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബം, വ്യക്തിജീവിതം ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവികമായ സൗഭാഗ്യത്തിൻ്റെ നിറവിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുവാനും ഇടവരുത്തണം. കർത്താവെ, നീ എപ്പോഴും പ്രിയ കുടുംബത്തിൻ്റെ മേൽ കൂടെ ഉണ്ടാകണമേ. ദൈവിക അനുഗ്രഹത്തിൻ്റെ നിറവ് ഓരോ വ്യക്തികളിൽ അവിടുന്ന് പകർന്നു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ജന്മദിന സ്തോത്രകാഴ്ച അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ വർഷത്തിൽ കൂടെ പ്രവേശിപ്പാൻ ഇടവരുത്തി പ്രാർത്ഥനയുടെ അനുഗ്രഹം കുഞ്ഞിൻ്റെ മേൽ ലഭ്യമാക്കണം. അവിടുത്തെ മേശയിലേക്ക് ഞങ്ങൾ വരട്ടെ. നീ ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളുടെ പാപത്തെ ക്ഷമിക്കണം. തിരിഹിത പ്രകാരം പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാൻ ഇടവരുത്തണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. തിരുവത്താഴ ശുശ്രൂഷ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായി കർത്താവിന് നാം സ്തോത്രം ചെയ്യുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, സർവശക്തനായ നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതുമാകുന്നു. ആകയാൽ ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടി എപ്പോഴും നിന്നെ സ്തുതിച്ച് പാടുന്നത്
ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോശന്ന, ഹോശന്ന, മഹോന്നതത്തിൽ ഹോശന്ന. വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, കർത്താവിൻ നാമത്തിൽ വരുന്നവൻ, വാഴ്ത്തപ്പെട്ടവൻ. ഹോശന്ന, ഹോശന്ന, മഹോന്നതത്തിൽ ഹോശന്ന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്കിന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കട ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദോഷത്തൊന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ ഒപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞത്, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. എൻ്റെ ഓർമ്മയ്ക്കായി ഇതു ചെയ്യുവിൻ. അവണം തന്നെ താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രമെടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇതൊന്ന് കുടിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ പാപം ഏറ്റ ദൈവ കുഞ്ഞാടേ, കൃപ തോന്നീണേ. ലോകത്തിൻ്റെ പാപം ഏറ്റ ദൈവ കുഞ്ഞാടേ, കൃപ തോന്നീണേ. ലോകത്തിൻ്റെ പാപം ഏറ്റ ദൈവ കുഞ്ഞാടേ, സമാധാനം. സ്വീകരിക്കാം. കർത്താവിൻ്റെ മേശയിലേക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു വരാം.
ും
ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ അടിയനിതാ അലിവോടെ എന്നെ തൊഴണേ അതുമാത്രമാണെന്റെ ആശ ദിവ്യകാരുണ്യമേ ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊഴണേ അതുമാത്രമാണെന്റെ ആശ അലിവോടെ എന്നെ തൊഴണേ അതുമാത്രമാണെന്റെ ആശ അലിവോടെ എന്നെ തൊഴണേ
സ്നേഹവാത്സല്യമേ ഈശോ, എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, എന്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അറിവോടെ എന്നെ തൊഴണേ, അതുമാത്രമാണെന്റെ ആശ. അറിവോടെ എന്നെ തൊഴണേ, അതുമാത്രമാണെന്റെ ആശ. പിതാവേ എന്നോടെ താതന്നെ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും
വേദഭാഗം നമുക്ക് പാടാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നവൻ നല്ലവനല്ലോ. സർവശക്തിയുള്ള ദൈവമേ, ഈ വിലയേറെ ദാനം കൊണ്ട് അവിടെ നീ ഞങ്ങളെ ശ്വസിപ്പിച്ചിരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോടുള്ള വിശ്വാസത്തിലും ഞങ്ങളിലുള്ള അന്യോന്യമായ സ്നേഹത്തിലും അവിടുന്ന് കൃപയായി ഇതിനായി ഞങ്ങളെ ബലപ്പെടുത്തേണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടുകൂടെ എന്നേക്കും വാഴുന്ന അവിടുത്തെ പ്രിയ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. ദൈവത്തിനു സ്തോത്രം. രക്ഷക വീണ്ടും നിൻ മുൻപിൽ ഞങ്ങൾ സ്തോത്ര സംഗീതങ്ങൾ ചൊല്ലിടുന്നു. ആരാധനാ പോകും മുൻപേ ആശീർവാദത്തിനായി കുമ്പിടുന്നു. യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. സവരികം
വിശുദ്ധ തിരുവത്താഴ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവം നാം നന്ദി സ്നേഹം അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെയും ഈ പനയംകോട് ലൂതറ സഭയുടെ ഔദ്യോഗികമാവുന്ന ശുശ്രൂഷ ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അൾത്താര ശുശ്രൂഷയുടെ പൂർത്തീകരിക്കുകയാണ്. എങ്കിൽ വരുന്ന 7-ാം തീയതി വരെ ഈ സഭയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. പ്രാർത്ഥനയ്ക്കുണ്ടാകും. വരുന്ന 8-ാം തീയതി മുതൽ വരുന്ന ആഴ്ച മുതൽ പുതിയൊരു ശുശ്രൂഷയുടെ നേതൃത്വമുള്ള ആരാധന ഈ ആലയത്തിൽ നടക്കപ്പെടുന്നത് ആണ്. കഴിഞ്ഞ 4.5 വർഷക്കാലം കൂടെ നിന്നും പ്രാർത്ഥിച്ചും സപ്പോർട്ട് ചെയ്തും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.